നിങ്ങൾ വിചാരിക്കും ഞാൻ അസുഖം വന്നിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാന്ന്. പക്ഷെ അല്ല, അസുഖം വരാതിരിക്കാനുള്ളൊരു തെറാപ്പിയാണിത്, ഹൈഡ്രജൻ ഇൻഹലേഷൻ തെറാപ്പി. അപ്പോൾ എന്താണെന്നുള്ള ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. സാർ, എന്താണ് ഈ ഹൈഡ്രജൻ ഇൻഹലേഷൻ തെറാപ്പി? ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് പറയാം. സാധാരണ നമ്മുടെ പ്രകൃതിയിൽ നമ്മൾ കാണപ്പെടുന്ന ഹൈഡ്രജൻ തന്നെ, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഹൈഡ്രജൻ തന്നെ നമ്മൾ സാധാരണ വെള്ളത്തിൽ നിന്ന് ഉരുത്തിരിച്ചെടുത്തിട്ട് ഹൈഡ്രോളിസിസ് അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന രാസപ്രവർത്തനം മുഖാന്തരം എടുത്തതിന് ശേഷം നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് കടത്തി വിട്ടുകൊണ്ട് അതിൽ നിന്നുള്ള ഗുണങ്ങൾ, അതായത് മോളിക്കുലർ ഹൈഡ്രജന് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ ഏതാനും കുറേ ഗുണങ്ങളുണ്ട്. മെയിൻലി മോളിക്കുലർ ഹൈഡ്രജൻ ഒരു സ്ട്രോങ് സെലക്റ്റീവ് ആൻറ്റി ഓക്സിഡൻറ്റ് ഏജൻ്റാണ്. നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങൾ അത് അനുഭവിക്കുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സുകൾ, ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഇഞ്ചുറീസ് ഒക്കെ ന്യൂട്രലൈസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. രണ്ടാമതായിട്ട് മോളിക്കുലർ ഹൈഡ്രജൻ ഒരു പവർഫുൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന വീക്കങ്ങൾ, അവയവങ്ങളിലെ വീക്കങ്ങൾ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ, ഒരു മുറിവായിക്കോട്ടെ, ഉണങ്ങാത്ത മുറിവുകൾ, ഇതൊക്കെ നമുക്ക് ഇത് വെച്ച് ചികിത്സിക്കാവുന്നതേ ഉള്ളൂ. മൂന്നാമതായിട്ട് ഇതൊരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ളൊരു മോളിക്യൂളാണ്. മോളിക്കുലർ ഹൈഡ്രജൻ നമ്മുടെ ശരീരത്തിൽ ഉള്ള സെല്ലുകളിൻ്റെ ഏജിങ്ങിനെ സ്ലോ ഡൗൺ ചെയ്യുകയും അതുമാത്രമല്ല സെല്ലിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കംപ്ലീറ്റ്ലി ന്യൂട്രലൈസ് ചെയ്ത് എടുത്ത് കളയുമ്പോൾ ദീർഘകാലത്തേക്ക് നമുക്ക് ചെറുപ്പമായിരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു മോളിക്യൂളാണ്. ശരി, അപ്പം നമുക്ക് ചെറുപ്പമാവാൻ ഏറ്റവും ബെസ്റ്റാണ്. ചെറുപ്പമാവാൻ എന്നുള്ള നിലയിൽ ഒരു പ്രായത്തിൽ നിന്ന് മുന്നോട്ടുള്ള പ്രായം ഒന്ന് വൈകിപ്പിക്കാൻ, അതായത് പതുക്കെ പ്രായം വെക്കാനായിട്ട് മോളിക്കുലർ ഹൈഡ്രജൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തി 60-ാമത്തെ വയസ്സിലാണ് മോളിക്കുലർ ഹൈഡ്രജൻ ഇൻഹേൽ ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് ആളുടെ ഒരു പ്രായത്തിൽ നമ്മൾ ലോക്ക് ചെയ്യുന്ന പോലെ മുന്നോട്ട് അസുഖങ്ങൾ വരാനുള്ള ചാൻസസ്, അതുപോലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നതിലൂടെ മുഖത്ത് വരുന്ന ചുളിവുകൾ, കാര്യങ്ങൾ, ഇതൊക്കെ വരുന്നതിൻ്റെ തോത് കുറയും, സ്പീഡ് കുറയും. കാലക്രമേണ പ്രായമാകും, പക്ഷെ സമയമെടുത്ത് നോർമൽ കോഴ്സിലാവത്തുള്ളൂ. നമ്മളെ പൊതുവെ നമ്മുടെ എല്ലാവർക്കും ഉള്ളൊരു സംഭവങ്ങളാണ് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ. തീർച്ചയായിട്ടും ഇതിനെങ്ങനെ സപ്പോർട്ട് ചെയ്യും? ജീവിതശൈലി രോഗങ്ങൾ, പ്രത്യേകിച്ച് പ്രമേഹത്തിൽ, ഉയർന്ന രക്തസമ്മർദ്ദത്തിൽ, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള കൊളസ്ട്രോൾ. പ്രമേഹത്തിൽ മെയിൻലി മോളിക്കുലർ ഹൈഡ്രജൻ തെറാപ്പി നമുക്ക് കൺസിക്യൂട്ടീവായിട്ട് നമ്മളൊരു 30 ദിവസത്തിന് മുകളിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പാൻക്രിയാസിൽ ബീറ്റ കോശങ്ങളിലും അതുപോലെ തന്നെ ഇൻസുലിന് രക്തത്തിൽ നിന്ന് കോശങ്ങളുടെ അകത്തേക്ക് കടത്തിവിടുന്ന ഗ്ലൂട്ട് ട്രാൻസ്പോർട്ടറുകളാണ് ആക്ട് ചെയ്യുന്നത്. ഈ പറയുന്ന രണ്ട് സ്ഥലങ്ങളിലും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നതിലൂടെയും ബീറ്റ കോശങ്ങളിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിലൂടെയും സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ് എൻസൈമിൻ്റെ ആക്ടിവിറ്റി കൂട്ടുന്നതിലൂടെയും ഷുഗറിന്റെ അളവ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ് ബ്ലഡിൽ ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ അതിനൊരു ലെവലാക്കാൻ പറ്റും. ഇനി രക്തസമ്മർദ്ദത്തിലാണ്, ഉയർന്ന രക്തസമ്മർദ്ദത്തിലാണെങ്കിൽ രക്തധമനികളുടെ അകത്ത് നൈട്രിക് ഓക്സൈഡിന്റെ അളവ് കൂട്ടാൻ മോളിക്കുലർ ഹൈഡ്രജൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വസ്കുലർ റിലാക്സേഷൻ സംഭവിക്കുകയും BP കുറയുകയും ചെയ്യുന്നു. പിന്നെ നമുക്ക് ഉയർന്ന കൊളസ്ട്രോൾ ഉള്ള പേഷ്യൻസിനാണെങ്കിൽ ലിപ്പിഡ് പെറോക്സിഡേസ് മെറ്റാബോളിസത്തിൽ നല്ല രീതിയിൽ മോഡുലേഷൻ കൈവരിക്കാൻ മോളിക്കുലർ ഹൈഡ്രജൻ സാധിക്കുന്നുണ്ട്. അത് വെച്ച് നമുക്ക് ഉയർന്ന LDL കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും HDL കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടാനും സഹായിക്കുന്നു. ഇത് ഏത് ഏജ് കാറ്റഗറിയിലുള്ളവർക്കാണ് കൂടുതൽ? അതായത് ലങ് ഡെവലപ്പായ ആർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. എങ്കിൽ നമ്മൾ ഒരു പ്രോട്ടോകോൾ എന്നോണം സേഫ്റ്റി കാര്യങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ 6 മാസത്തിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഗർഭിണികൾക്ക് ഉപയോഗിക്കാം. ഹാർട്ട് പേഷ്യൻസും സ്ട്രോക്ക് പേഷ്യൻസും നിർബന്ധമായി ഉപയോഗിക്കാം. കാരണം ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട്. വേറെ കോൺട്രാ ഇൻഡിക്കേഷൻസ് കാര്യങ്ങൾ ഒന്നും തന്നെയില്ല. ഉപയോഗിക്കാൻ പാടില്ല, സൈഡ് എഫക്ട്സ് ഇല്ല, ഒട്ടും തന്നെ ഇല്ല. കാരണം മോളിക്കുലർ ഹൈഡ്രജൻ എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിൽ തന്നെ ഏറ്റവും സ്മോളസ്റ്റ് ബയോ ആക്റ്റീവ് മോളിക്യൂളാണ്. ഈ ബയോ ആക്റ്റീവ് മോളിക്യൂൾ ആയതുകൊണ്ട് തന്നെ ഇതിന് സെല്ലിൻ്റെ അകത്തേക്ക് കയറാനും സബ് സെല്ലുലർ കമ്പാർട്ട്മെൻറ്റുകളിൽ പോയിട്ട് പ്രവർത്തിക്കാനും സാധിക്കുന്നു. മെയിൻലി മോളിക്കുലർ ഹൈഡ്രജൻ കോശങ്ങളുടെ അകത്ത് ന്യൂക്ലിയസിലും മൈറ്റോകോൺട്രിയയിലാണ് പ്രവർത്തിക്കുന്നത്. മൈറ്റോകോൺട്രിയയിലെ ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ കൂട്ടുകയും അവിടുന്ന് ലീക്ക് ഔട്ട് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഫോം ചെയ്യുന്ന ഫ്രീ റാഡിക്കൽസിനെ ന്യൂട്രലൈസും ചെയ്യുന്നതിലാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നത്. മിനിമം നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസ് എത്ര ദിവസം, ഒരു വെൽനെസ് ആസ്പെക്ട്, അതായത് യാതൊരുവിധ അസുഖങ്ങളോ ജീവിതശൈലി രോഗങ്ങളോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ ഒരു 15 ദിവസത്തെ ഒരു സെഷൻ എടുക്കുകയാണെങ്കിൽ നല്ലൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാറ്റം അറിയാവുന്നതാണ്, അനുഭവിച്ചറിയാവുന്നതാണ്. എന്തെങ്കിലും അസുഖങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, ഉയർന്ന കൊളസ്ട്രോൾ അവസ്ഥകളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ അവരുടെ ഒരു പ്രൊഫൈലിംഗ് ചെയ്ത് ഒരു പ്രോട്ടോക്കോൾ നമുക്ക് കൊടുക്കുന്നതാണ്. ചിലപ്പോൾ അത് 30 ദിവസമായിരിക്കാം. മിക്കവാറും 30 ദിവസത്തെ ഒരു തെറാപ്യൂട്ടിക്കൽ പ്രോട്ടോക്കോൾ പോലെ കൊടുക്കാറുണ്ട്. ഇതേ സമയം അവരെടുക്കുന്ന തെറാപ്പി എന്താണോ അത് മോഡേൺ മെഡിസിനിലെയോ ആയുർവേദ, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ 2 തെറാപ്പിയും അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ ഇൻറ്ററാക്ട് ചെയ്യാത്തത് കൊണ്ട്
എന്ത് സംഭവിക്കുന്നു, നമുക്ക് സിനർജിസ്റ്റിക് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നു, പെട്ടെന്ന് രോഗിയുടെ രോഗം മാറാനും ഹെൽപ്പ് ചെയ്യുന്നു. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻസർ പേഷ്യൻസിനെ സപ്പോർട്ട് ചെയ്യും? ക്യാൻസർ പേഷ്യൻസിന് മെയിൻലി കീമോതെറാപ്പി മുഖാന്തരം വരുന്ന സൈഡ് എഫക്റ്റുകൾ, നഖം കൊഴിയുക, കോൺസ്റ്റിപ്പേഷൻ, അതുപോലെ ബൗവൽ മൂവ്മെന്റിൽ വരുന്ന പ്രശ്നങ്ങൾ, മുടി കൊഴിച്ച്, ഇതിനെല്ലാത്തിനും നല്ല രീതിയിൽ മോളിക്കുലർ ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ട് നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ കീമോതെറാപ്യൂട്ടിക് സൈഡ് എഫക്ട്സും റേഡിയോ തെറാപ്യൂട്ടിക് സൈഡ് എഫക്ട്സിലും മോളിക്കുലർ ഹൈഡ്രജനുള്ള പങ്ക്, അതായത് കൊടുത്തു കഴിഞ്ഞാൽ തെറാപ്പി കൊടുത്തു കഴിഞ്ഞാൽ പങ്ക് വളരെ ഹൈ ആണ്. സ്റ്റഡീസ് എല്ലാം പ്രൂവ് ചെയ്യുന്നുണ്ട്, സയന്റിഫിക് ബാക്കപ്സ് അവൈലബിൾ ആണ്. പിന്നെ 2007 ഏറ്റവും ആദ്യമായിട്ട് മോളിക്കുലർ ഹൈഡ്രജന്റെ റീസെർച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാൻസർ ഇതിലാണ്. ക്യാൻസർ സെല്ലുകളുടെ സൈസ് കുറയ്ക്കുന്നത്, മോളിക്കുലർ ഹൈഡ്രജന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ ക്യാൻസർ സെല്ലുകളുടെ സൈസ് കുറയുന്നതായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഭാവിയിലേക്ക് നല്ലൊരു ഊന്നുകൂട്ടലാണ് തീർച്ചയായിട്ടും. നമ്മൾ ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് പറഞ്ഞു, പക്ഷെ വേറെ പല രോഗങ്ങളുണ്ടല്ലോ, ഏതൊക്കെ കണ്ടീഷൻസിനാണ് ഇത് സപ്പോർട്ട് ചെയ്യാൻ? ഇപ്പൊ ലോകോത്തരമായി പഠനങ്ങൾ നടന്നതിന്റെ വെളിച്ചത്തിൽ 170ഓളം രോഗാവസ്ഥകൾക്ക് മോളിക്കുലർ ഹൈഡ്രജൻ നമുക്ക് ഒരു ഉറപ്പ് തന്നു വരുന്നുണ്ട്. എന്നിരുന്നാലും എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ മസ്തിഷ്ക രോഗങ്ങളിൽ പക്ഷാഘാതം, സ്ട്രോക്ക്, പാർക്കിൻസൺ ഡിസീസ്, അതുപോലെ തന്നെ ഡിമെൻഷ്യയിലൊക്കെ മോളിക്കുലർ ഹൈഡ്രജൻ നല്ല എഫക്റ്റീവാണ്. ശ്വാസകോശ രോഗങ്ങൾ എടുക്കുകയാണെങ്കിൽ COPD, ബ്രോൺകിയൽ ആസ്തമ, ബ്രോൺകിക്ടാസിസ്, ലങ് ഫൈബ്രോസിസിൽ മോളിക്കുലർ ഹൈഡ്രജൻ വളരെ എഫക്റ്റീവ് ആണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ക്രോണിക് ലിവർ ഡിസീസിലും ക്രോണിക് കിഡ്നി ഡിസീസിലും ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് മോളിക്കുലർ ഹൈഡ്രജൻ്റെ എടുത്ത് പറയാവുന്നതാണ്. അതുമാത്രമല്ല ഹൃദ്രോഗികളിൽ ആഫ്റ്റർ ഇത് എന്താ പറയുക അറ്റാക്കിന് ശേഷം, അതുപോലെ ബൈപ്പാസ് സർജറിക്ക് ശേഷവും, പിന്നെ പക്ഷാഘാത രോഗികളിലും റീപെർഫ്യൂഷൻ ഇഞ്ചുറി ഒഴിവാക്കുന്നതിന് വേണ്ടി മോളിക്കുലർ ഹൈഡ്രജൻ വളരെ ഹെൽപ്ഫുള്ളാണ്. സ്പോർട്സ്, ഫിസിക്കൽ തെറാപ്പി എന്നുള്ള ഭാഗങ്ങളിലും ഉറക്കം നന്നായിട്ട് ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയും മലബന്ധം നന്നായിട്ട് റിവേഴ്സ് ചെയ്യാനും നല്ല രീതിയിൽ ദഹനം നടക്കാനും വയറ്റിൽ നിന്ന് പോകാനൊക്കെ മോളിക്കുലർ ഹൈഡ്രജൻ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. നമ്മുടെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മളും കാണുന്നുണ്ട് റിസൾട്ട്സ് ഡേ ടു ഡേ. അലർജി രോഗങ്ങൾ ഒരുപാടുണ്ട്, അലർജി അതിന് സപ്പോർട്ട് ചെയ്യും? തീർച്ചയായിട്ടും. സോറിയാസിസിലൊക്കെ നല്ല റിസൾട്ടാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ, നമ്മുടെ തന്നെ ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ, ജോയിന്റിലെ ആവാം സ്കിന്നിലെ ആവാം, കോശങ്ങളെ ബാക്ടീരിയോ വൈറസോ ഫംഗസോ ഒന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ചെയ്യുന്ന അസുഖങ്ങൾ. അപ്പൊ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിൽ ആ ഇൻഫ്ലമേഷന്റെ ടോള് കുറയ്ക്കാനായിട്ട് മോളിക്കുലർ ഹൈഡ്രജന് സാധിക്കുന്നുണ്ട്. ഹൈഡ്രജൻ തെറാപ്പി എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടൊരു സാർ ഇവിടെ വന്നിട്ടുണ്ട്. സാർ എങ്ങനെയുണ്ട് ഈ ഒരു? ഞാൻ ഇപ്പം 3-ാം ദിവസമാണ് ഇന്ന്. ഞാൻ ഫേസ്ബുക്ക് വഴിയാണ് ഇത് കണ്ടത്. കണ്ടപ്പോൾ നമ്പറിൽ വിളിച്ചു. അത് കഴിഞ്ഞ് നേരിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ബ്രോഷർ കണ്ടപ്പോൾ അത് നടന്നു തോന്നി. എനിക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, യോഗ അസുഖങ്ങൾ 28 വർഷമായിട്ടുണ്ട്. ഇന്നിപ്പോൾ 3-ാമത്തെ ദിവസമാണ്. അപ്പം നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു മാസം ചെയ്യണമെന്ന് പറഞ്ഞേക്കണേ. അതിന്റെ ഒരു നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ടല്ലേ? ഇന്നലെ എടുത്തപ്പോൾ എനിക്ക് ഒരു നല്ലൊരു ഫീലായിട്ട് തോന്നി. ഓക്കെ, അതുകൊണ്ട് മുടങ്ങാതെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആൾക്ക് തോന്നിയത് കൊണ്ടാണ് ആൾ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തീരുമാനിച്ച്. നല്ലൊരു ഫീൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതൊരു വേറിട്ടൊരു ശാഖയാണ്. അപ്പം എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്? ഞാൻ ആക്ച്വലി റോബോട്ടിക് എഞ്ചിനീയറിംഗ് പഠിക്കുകയായിരുന്നു കാനഡയിൽ. അപ്പോൾ US-ലെല്ലാം ട്രാവൽ ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ഹൈഡ്രജനെ കുറിച്ച് കേൾക്കുകയും അറിയുകയും ചെയ്തിരുന്നു. പിന്നെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുക എന്നുള്ള ഒരു ആഗ്രഹത്തിൽ വരികയും ഹൈഡ്രജൻ തെറാപ്പിയിലേക്ക് വന്ന് പെടുകയായിരുന്നു. ലൈക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതിനെ കുറിച്ച് എത്ര നോളേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് പേഴ്സണലി കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, എൻ്റെ മദറിനും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഹൈഡ്രജൻ തെറാപ്പി നല്ലതാണെന്ന് അറിയുകയും ഒരു മെഷീൻ വാങ്ങി ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്തപ്പോൾ അതിന്റെ റിസൾട്ട് കിട്ടുകയും മോർ ഓവർ ഇതിന് വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. സോ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ ദർ ഇസ് സംതിങ് കോൾഡ് ഹാപ്പി മണി. വേറൊരാൾക്ക് ഉപകാരം കിട്ടിയില്ലെങ്കിലും ഉപദ്രവിക്കരുത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് കുറച്ച് ഡോക്ടർ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് റിസർച്ച് ഒക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ട് ലോങ് സ്റ്റോറി ഷോർട്ട് നമ്മൾ ഈ സംരംഭത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ തുടങ്ങിയിട്ട് നമ്മൾ 4 year കംപ്ലീറ്റ് ആയി ലാസ്റ്റ് ഫെബ്രുവരിയിൽ. ആൻഡ് നമ്മൾ തന്നെയാണ് ഈ ഡിവൈസസിന്റെ മാനുഫാക്ചറിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. നമുക്ക് പ്രശ്നങ്ങൾ അങ്ങനെ വന്നത് കൊണ്ട് തന്നെ നമ്മൾ ഫോഴ്സ്ഫുള്ളി മാനുഫാക്ചറിംഗിലേക്ക് കടക്കേണ്ട വന്നതാണ്. സോ ഇപ്പൊ നമുക്ക് പ്ലാന്റ് എല്ലാം കോയമ്പത്തൂരാണ്. നമ്മുടെ ഡിവൈസ് അസംബ്ലി കാര്യങ്ങളെല്ലാം കോയമ്പത്തൂരിൽ നിന്ന് നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. നമുക്കിപ്പോ ബാംഗ്ലൂർ നമ്മൾ ചെയ്യുന്നുണ്ട്, JP നഗറിൽ. പിന്നെ ഇപ്പൊ നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസും എല്ലാം ബാക്ക് ആൻഡ് വർക്ക്സ് എല്ലാം ചെയ്യുന്നത് ചാലക്കുടിയിലാണ്. പിന്നെ നമ്മുടെ ഒരു എക്സ്റ്റൻഷൻ എറണാകുളത്ത് പത്തടിപ്പാലത്ത് ഉണ്ട്. നമ്മൾ ഒരു നെക്സ്റ്റ് ഒരു 6 months കേരളത്തിന്റെ കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെ ഒരു 15 എക്സ്പീരിയൻസ് സെന്റേഴ്സ് ഫ്രാഞ്ചൈസി ഔട്ട് ചെയ്യാനുള്ള
ഒരു പ്ലാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രാഞ്ചൈസി കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, നമ്പറൊക്കെ ഞങ്ങൾ താഴെ കൊടുക്കാം. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ്? നമ്മൾ ഇവിടെ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 9 മണി വരെയാണ്. ബിക്കോസ് 1 അവർ സെഷൻസ് ആണ് നമുക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം കൺസിഡർ ചെയ്തിട്ട് 9 AM to 9 PM ആണ് നമ്മുടെ എക്സ്പീരിയൻസ് സെന്റർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ മിറാഫ ഹൈഡ്രജൻ എക്സ്പീരിയൻസ് സെന്റർ വരുന്നത് LFC കോംപ്ലക്സിലാണ്, പാം റോഡിൽ, നമ്മുടെ പള്ളിയുടെ തൊട്ടടുത്താണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വന്ന് ഈ ഒരു ഹൈഡ്രജൻ ഇൻഹേലേഷൻ എക്സ്പീരിയൻസ് ചെയ്യുക. നല്ലൊരു പുതിയൊരു എന്താ പറയുക ഒരു ഇൻവെൻഷനാണ്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്യുക.